ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയധികം സ്റ്റിച്ചിങ് എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാവുന്ന അതിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. ഓർഗനൈസിങ് ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ഇതെങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റാവുന്ന അതിൻ്റെ സ്റ്റോറേജ് ടിപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇത്രയധികം എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ ഒന്നിച്ചിടുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടല്ലേ, എടുക്കാനായിട്ട് തപ്പിയെടുക്കാനായിട്ടും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പലയിടത്തും വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനങ്ങൾ തപ്പിയെടുക്കാനായിട്ട് ആവശ്യ സമയത്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇത് അല്ലാതെ ഇങ്ങനത്തെ പല പല എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഒന്നിച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓർഗനൈസറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതും കാണിക്കാം കേട്ടോ. ഇത്രയും പ്രോഡക്റ്റ്സ് ഒന്നിച്ച് ഇതിൽ നമുക്ക് ഒരു ഓർഗനൈസറിൽ തന്നെ വെക്കണം. അത് അതിൻ്റെ രീതിയാണ് നമ്മൾ കാണിക്കണം കേട്ടോ. ഇതിപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഓർഗനൈസർ ഇതിപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പെണ്ണൊക്കെ വെക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഇതാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഓർഗനൈസറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000 ബിലോ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിന് റേറ്റ് കൂടിയ ടൈപ്പും കുറഞ്ഞ ടൈപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇത് കുറച്ച് ക്വാളിറ്റി പ്രൊഡക്ട്സിനനുസരിച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാ സംഭവങ്ങളും ഒന്നിച്ച് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓർഗനൈസർ. അപ്പോൾ നമ്മളിത് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ വേറെ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഓർഗനൈസർ. ഇതുപോലെ നമുക്ക് കുറച്ച് ബോക്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങനത്തെ ബോക്സസ് നമുക്ക് ഇതിനകത്ത് വെക്കാൻ കൊള്ളുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ഓർഗനൈസറും കൂടി നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ സിസേഴ്സുകൾ മാത്രമായിട്ട് ഒന്നിച്ച് വെക്കാം. അതിനോടൊപ്പം തന്നെ ത്രെഡ് കട്ടറും അതുപോലെ തന്നെ ത്രെഡ് റിമൂവറും നമുക്കത് വെക്കാം. ആദ്യത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ വയ്ക്കുന്നത്. സെക്കൻഡ് ലെയറിൽ നമ്മൾ അടുത്ത ഐറ്റംസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് കർവും അതുപോലെ സെറ്റ് സ്ക്വയറും അങ്ങനെയുള്ള സ്കെയില് അതുപോലത്തെ ഐറ്റംസൊക്കെ ഇതിനകത്ത് വയ്ക്കാം. ടേപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ കാണാനും പറ്റും, എടുക്കാനും എളുപ്പമുണ്ട് ആണോ. അപ്പോൾ അങ്ങനത്തെ ഏതാണ്ട് ഒരേപോലത്തെ ആവശ്യങ്ങൾ ഒരു സമയം ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളുള്ള സ്കെയിലും സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ ടേപ്പൊക്കെ എടുക്കുമ്പോൾ ഒറ്റ ടൈമിൽ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരേ സമയത്ത് യൂസേജസുകൾ മുഴുവനും ഒരെണ്ണത്തിൽ തന്നെ വയ്ക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെച്ച സംഭവം ഓവർലോക്ക് മെഷീൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ വെച്ചത്. അതിന് നൂല് കോർക്കണ ആ ഒരു പിന്നാണ് കേട്ടോ അത് വെച്ചത്. ഞാനിപ്പോൾ ആ ഐറ്റം നമുക്ക് സാധാരണ സ്റ്റിച്ചിങ് മെഷീനുകളിൽ കിട്ടില്ല, അത് ഓവർലോക്ക് മെഷീനിലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നമ്മളെല്ലാ പെന്നുകളും ചെറിയ ചെറിയ മാർക്കർ, അധികം കനം കൂടിയതല്ലാത്ത മാർക്കറുകളും ഒക്കെ ഇതിനകത്ത് വെക്കുക കേട്ടോ. ഇത് പെൻസിലാണ് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഈ പെൻസിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അത് നമ്മൾ ഇതുപോലത്തെ സംഭവം നിബ് നമ്മൾ മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇങ്ങനത്തെ സ്റ്റോറേജ് റാക്കിൽ വയ്ക്കാം. അതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാനായിട്ട് എളുപ്പം. അത് വാട്ടർ റിമൂവറാണ് കേട്ടോ. പിന്നെ ഇത് ഗ്ലാസ്സിലൊക്കെ വരയ്ക്കാൻ പറ്റാവുന്ന ഒരു പെൻസിലാണ്. ഗ്ലാസ്സുമ്മലും അതുപോലെ ലെതർ അതുപോലൊക്കെ എഴുതിയോ അതിനെ ക്ലിയറായിട്ട് കാണാൻ പറ്റാവുന്ന ഒരു പെൻസിലാണ്. പിന്നെ ഇതൊക്കെ പെയിൻറ്റ് പെൻസിലാണ്. പെയിൻറ്റ് ചെയ്യണ പോലത്തെ ബ്രഷുകളാണ്. ഇതിപ്പോൾ ചെറിയ ടൈപ്പ് പല കളേഴ്സ് പെന്നുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്ത ലെയർ നമുക്ക് വയ്ക്കാം. ഇത് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ. ചെറിയ സ്റ്റോൺ വർക്കൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഉപയോഗിക്കാനായിട്ട് അത് ഒട്ടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഭവമാണ്. ഈ സംഭവം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ സ്റ്റാപ്ലർ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഇതിലും വയ്ക്കാം. പിന്നെ നമ്മുടെ നൈറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന അലസ്റ്റിക്, പിന്നെ പാൻസിന് യൂസ് ചെയ്യുന്ന അലസ്റ്റിക്, അതൊക്കെയാണ് നമ്മൾ വെച്ചത്. പിന്നെ ഷർട്ടും വെക്കുകയാണ് ഫ്രണ്ടിൽ വെക്കുന്ന ക്യാൻവാസ്, ഷർട്ടിങ്ങിൻ്റെ ക്യാൻവാസാണ്, 1 ഇഞ്ചിൻ്റെ ക്യാൻവാസാണ് കേട്ടോ വെച്ചത് അതിനകത്ത്. പിന്നെ നമുക്ക് കുറച്ച് സൂചികൾ, ബ്ലേഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സസ് ആയിട്ട് വെക്കാം. പിന്നെ എല്ലാം കാണുന്ന ബോക്സസ് ആകുമ്പോഴാണ് എടുക്കാൻ എളുപ്പട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഏതിൽ വച്ചതെന്ന് കാണാനും തപ്പിയെടുക്കാനും കുറേ സമയം എടുക്കും. അത് കാരണം എല്ലാം വൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആണല്ലോ. എല്ലാം കാണുന്ന പോലത്തെ ബോക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ട്, അല്ലെങ്കിൽ സമയം കൂടുതലും. ഇത് സിലിക്ക ജെല്ലാണ് കേട്ടോ. നമ്മളിപ്പോൾ നീഡിൽസൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു സിലിക്ക ജെല്ലാണ് അതിലിട്ടേട്ടോ ആ ബോക്സിലിട്ടത്.
അത് ഇടുകയാണെങ്കിൽ നമുക്ക് തുരുമ്പ് പിടിക്കില്ല. കുറേ വർഷങ്ങളോളം കിടന്നാലും അതിനകത്തുള്ള സംഭവങ്ങളൊന്നും തുരുമ്പ് പിടിക്കില്ല. പിന്നെ ഇതിനകത്ത് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ പാൻസിൻ്റെയും അതുപോലെ തന്നെ ലേഡീസ് പാവാടയും ഒക്കെയാണ് കൊടുക്കുക. അതൊക്കെ ഞാൻ കുറച്ച് തുരുമ്പ് പിടിക്കാതിരിക്കാൻ കുറച്ച് പൗഡറായിട്ടാണ് ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രസ് ബട്ടൺ, ഷോ ബട്ടണൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചുരിദാറിനും ഡ്രസ്സുകൾക്കൊക്കെ ഫാഷൻ വർക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു ആ ഡ്രസ്സിൻ്റെ കളർ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഷോ ബട്ടണാണ് കേട്ടോ. അത് പല വലിപ്പത്തിലുള്ളതുണ്ട്, ചെറുതൊട്ട് വലുത് വരെ ഉള്ളത് കിട്ടും. ഇത് സ്ട്രാപ്പാണ് കേട്ടോ. നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പ് സ്ട്രാപ്പാണ്. എത്രയ്ക്ക് അധികം നീളത്തിൽ നമുക്കത് ഒരു കവറിലാക്കി കെട്ടണോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് ഇടാൻ പറ്റും. അല്ലെങ്കിൽ 2-3 കവറുകൾ ഒന്നിച്ച് ലോക്ക് ചെയ്യണോ അങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് ബ്ലൗസിൻ്റെ ഹുക്കുകളാണ് കേട്ടോ. സിൽവറും ഗോൾഡും ടൈപ്പ് ഹുക്ക് ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ഹുക്കും വരുന്നുണ്ട്. അത് 2 ടൈപ്പ് ഹുക്കാണ് കേട്ടോ ആ ചെറിയ നീല ചെപ്പിൽ വെച്ചിരിക്കുന്നത്. സിൽവർ പെട്ടെന്ന് പ്ലേറ്റ് പോകുമെന്ന് പറയുന്നത്. ഗോൾഡൻ കളറുള്ള സംഭവം പെട്ടെന്ന് പ്ലേറ്റിങ് പോവില്ല, ഹൈ ക്വാളിറ്റി ആണെന്ന് പറയുന്നത് കൊടുക്ക് സാരി ബ്ലൗസിൻ്റെ ഹുക്ക്. അപ്പോൾ അത് 2 ടൈപ്പും വാങ്ങിയിട്ടുണ്ട്. അതാണ് കേട്ടോ അതിൽ വെച്ചത്. പിന്നത്തെ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മളെ സിബ്ബുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. സിബ്ബ്, ഹുക്ക് അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ ഇതിനകത്ത് വെച്ചത്. ഉണ്ടോ ഇതുപോലത്തെ ഹുക്കുകൾ. പിന്നെ ഷോ ബട്ടൺ പോലത്തെ ഹുക്കും ഉണ്ട് കേട്ടോ അതിനകത്ത്. അതും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പൊടി തട്ടാൻ പറ്റിയ ഒരു ബ്രഷാണ് കേട്ടോ. ലോക്ക് മെഷീനിൽ പൊടി തട്ടാനുള്ള ഒരു ബ്രഷാണ് വെച്ചത്. പിന്നെ ചോക്ക് ഇങ്ങനെ പൊട്ടുമ്പോൾ ചെറിയൊരു കഷ്ണമായിട്ട് ചില സമയത്ത് അങ്ങനത്തെ ഒരു കഷ്ണമൊക്കെ ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതും കളയേണ്ടാന്ന് വെച്ചിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ സൂചികളൊക്കെ ഞാനൊരു ചെറിയൊരു എന്താ പറയുക, ഈ മൊബൈലിൻ്റെ പുറകിലുണ്ടാവുന്ന ഒരു കവറില്ല, ആ കവറും ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചേക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ മറ്റേതും കുറച്ച് കുടുക്കുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ പൈപ്പിങ്ങിൻ്റെ നൂല്, പിന്നെ വേണ്ട ടേപ്പുകൾ 2 വേ യൂസ് ചെയ്യുന്ന താഴെയും മുകളിലും ഒട്ടിക്കാൻ പറ്റാവുന്ന ടേപ്പ്, പിന്നെ കോട്ടൺ ടേപ്പ്, അങ്ങനത്തെ ടേപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വന്നിട്ട് നമ്മുടെ ഇങ്ങനെ ബ്ലൗസുമൊക്കെ നെക്കുമൊക്കെ വെക്കാൻ പറ്റാവുന്ന തുണി പോലത്തെ മണികളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു നമുക്ക് ഭംഗിയാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. കഴുത്തുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഇത് കുറച്ച് ചെറിയ ടൈപ്പ് റബ്ബർ ബാൻഡുകളാണ്, പല കളേഴ്സ് റബ്ബർ ബാൻഡാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ എന്താ പറയുക ലെയേഴ്സായിട്ട് വരുന്ന എന്താ പറയുക നെക്കുമേയും അതുപോലെ സ്ലീവുമേയും അത് ഡിസൈൻ ചെയ്യാൻ, ഫ്രോക്കിനൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഷോ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് എന്താ പറയുക ഒട്ടിക്കാൻ പറ്റാവുന്ന അടിയിൽ ഇതിൻ്റെ തേച്ച് ഒട്ടിക്കാൻ പറ്റാവുന്ന കുറച്ച് ലേസുകളാണ് കേട്ടോ. അത് പല ടൈപ്പ് ലേസുകളാണ്. അത് ഗോൾഡനും വൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഒതുക്കൽ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇപ്പോൾ ഒതുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും നമുക്ക് ഇത്ര സ്ഥലത്തിനുള്ളിൽ നമുക്ക് ഒതുക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാം എടുക്കാനും എളുപ്പമുണ്ട്. എല്ലാ ഐറ്റംസും ഒരേ സ്ഥലത്ത് തന്നെയാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എക്യുപ്മെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ടിപ്പാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.